ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനൂസ് വ്ലോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പണിയാരം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പണിയാരം. ഞാനിവിടെ ബാക്കി വന്ന ദോശമാവ് ഉപയോഗിച്ചാണ് പണിയാരം ഉണ്ടാക്കുന്നത്. തലേന്ന് ഉണ്ടാക്കി വെച്ച ദോശമാവ് ഉപയോഗിച്ചാണ് പണിയാരം ഉണ്ടാക്കുന്നത്. ദോശ ബാറ്റർ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഈ പണിയാരത്തിനായി ഞാനിവിടെ ഒരു വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ ഈ ഒരു ദോശമാവിലേക്ക് ഈ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില ഇവയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ പണിയാരം ചില ആൾക്കാർ ഈ ഉള്ളിയൊക്കെ വഴറ്റി കൊടുത്തിട്ടും ചെയ്യുന്നത് കാണാറുണ്ട്. ഞാനിവിടെ വഴറ്റാതെയാണ് ചെയ്തിരിക്കുന്നത്. വഴറ്റാതെയും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ ഉണ്ണിയപ്പം ചൂടുമ്പോഴുള്ള അത്ര ഇതിൽ നിറയെ എണ്ണ ഒഴിക്കണമെന്ന ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു പകുതിയോളമാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. അത്രയും മതിയാവും. അപ്പോൾ ഇത് നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഓരോ സ്പൂണുകളാക്കി എല്ലാ കുഴിയിലേക്കും നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിവശം ഏകദേശം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിച്ചോ ഇത് മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. മറിച്ചിട്ട് രണ്ട് വശവും ഏകദേശം പരുവമായി കഴിയുമ്പോൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. ബാക്കി വരുന്ന മറ്റ് ബാറ്ററും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പണിയാരം ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. താങ്ക്